ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഷീസ് ലവ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 കിലോ കിച്ചടി പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് ആണ്. അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വറുത്തെടുക്കരുത്. ഒരു ഗോൾഡൻ ടു ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു ഗോൾഡൻ ടു ബ്രൗൺ കളറായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പരിപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയെടുക്കണം. അല്പം ചൂട് തണുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലൊന്ന് വേഗം വേവിച്ചെടുക്കാം. ആദ്യം 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം വെക്കണം കേട്ടോ. ഇതിന് അത്യാവശ്യം വേവുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പാല് തിളപ്പിച്ചെടുക്കാം. പാല് ഞാനിവിടെ പശുവിൻ പാല് തന്നെയാണ് എടുത്തത്. ഫുൾ ഫാറ്റ് പശുവിൻ പാല് തന്നെ എടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കോക്കനട്ട് മിൽക്കും കൗ മിൽക്കും രണ്ടും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ സാധാ പശുവിൻ പാൽ മാത്രമായിട്ടോ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 1.5 ലിറ്റർ പാലുണ്ടാകും. പാല് നന്നായിട്ട് വേവിച്ച് ഒന്നൊന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ട് വെന്ത് വരണം പാല്. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് ചേർക്കാം. മധുരത്തിനായിട്ട് നമ്മളിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പഞ്ചസാരയല്ല, ശർക്കര തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അലിയിച്ചെടുക്കുക. ശർക്കര വെള്ളമാക്കിയെടുക്കുക. 3 അച്ച് എന്ന് പറയുമ്പോൾ നന്നായിട്ട് മധുരം കാണും. പായസത്തിന് നന്നായിട്ട് മധുരം ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ 3 ഇതിലേക്ക് പാകത്തിനാണ് ഈ ശർക്കര. 3 അച്ച് ശർക്കര എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിച്ചടി പരിപ്പ് ഒരു ഉരുളിയിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂട്ടി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂട്ടി നമുക്കിത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് അടച്ച് വെച്ച് ഒന്ന് ലയിച്ച് വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച കിച്ചടി പരിപ്പിൽ വെള്ളമില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായും ഒരു അല്പം നെയ്യും ചേർത്ത് വേവിച്ചെടുക്കണം. അതിലേക്ക് നമ്മുടെ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഈ ശർക്കര പാനിയിൽ ഏലക്ക പൊടിച്ചതാട്ടോ. ഏലക്ക പൊടിച്ചതും ശർക്കര പാനിയും നെയ്യും വേവിച്ച് വെച്ച കിച്ചടി പരിപ്പും നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാല് ഒഴിച്ചിട്ട് നന്നായിട്ട്
ഒന്ന് തിളച്ച് വന്നാൽ മതി. കൂടുതലായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യണത് ഞാൻ. ഇനി നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണ, നെയ്യ് നമ്മൾ പായസത്തിൽ കുറച്ച് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂണ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി. അതിലേക്ക് ഈ തേങ്ങ വറുത്തത്, തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. അത് മൂത്ത് വരുന്നത് വരെ, ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്ത് കൊടുക്കുക. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കാഷ്യൂം കിസ്മിസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇതിപ്പോൾ കിച്ചടി പരിപ്പ് ആയതുകൊണ്ട് ഇത് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് അല്പം ഡ്രൈ ജിഞ്ചർ പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ മാത്രം മതി. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ വേവിച്ച് വെച്ച ഈ കിച്ചടി പരിപ്പിലേക്ക് തിളപ്പിച്ച് വെച്ച നമ്മുടെ പാല് ചേർത്തിളക്കണം. പാല് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തിളച്ച് വന്നാൽ മതി. ഇനി നമുക്ക് വേവിച്ച് വെച്ച ആ തേങ്ങാക്കൊത്തുകളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വളരെയേറെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇത് റെഡിയാക്കാൻ? വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. പായസം സെർവ് ചെയ്യാനായിട്ടുണ്ട്. മക്കളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. രണ്ട്